സത്യം പറഞ്ഞ ആ കൊച്ചിന്റെ മരുന്ന് മന്ത്രം കൊണ്ടാ നിന്റെ പനി ഇത്രയും പെട്ടെന്ന് മാറിയത്. ആ കുട്ടി എന്തൊക്കെയാ നിനക്ക് വേണ്ടി ചെയ്തത്? ഇതുപോലുള്ള പെൺകുട്ടികളെയൊന്നും ഈ കാലത്ത് കാണാൻ കിട്ടത്തില്ല. എന്തൊരു തിരക്കുള്ള വക്കീലാ അവള്. എന്നിട്ടോ അതിന്റെ വല്ല തലക്കനമുണ്ടോ? അത് ശരി, നീ മരുന്ന് കഴിച്ചില്ലായിരുന്നോ? ആഹാരത്തിന് മുമ്പ് കഴിക്കാനുള്ള ഒരെണ്ണമുണ്ട്. എന്നാ പിന്നെ ഈ കഞ്ഞിയും കൂടെ കുടിച്ചോ. അതിരുന്ന് തണുക്കണ്ട. അമ്മയുടെ തരട്ടെ? വേണ്ടമ്മേ, ഞാൻ കുടിച്ചോളാം. സച്ചേട്ടൻ ഈ ലോകത്തെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് ഇപ്പൊ ആരതിയാ. എന്നാ ആരതി ഒരു ഭാര്യയുടെ സ്ഥാനത്ത് കാണാനോ സ്നേഹിക്കാനോ സച്ചേട്ടൻ ഈ ജന്മത്ത് കഴിയില്ല. സച്ചേട്ടൻ എന്റേതാ, എന്റേത് മാത്രം. വക്കീലെന്താ ഫോൺ എടുക്കാത്തെ? അമ്മ ഇനി എന്തെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വക്കീലിനോട് സംസാരിച്ചോ? അതോ ഇനി പനിയോ മറ്റോ ഒന്ന് വയ്യാതെ കിടക്കുകയാണോ? സച്ചിയോടൊപ്പമുള്ള എൻ്റെ യാത്ര ഞാനിവിടെ അവസാനിപ്പിക്കോ? ഇനി മുതൽ സച്ചിക്കും അർച്ചനയ്ക്കും ഇടയിൽ ഞാൻ വേറെ ഒരു അപരിചിത മാത്രമോ? എൻ്റെ മനസ്സിൽ നിന്ന് സച്ചിയെ പറിച്ചു മാറ്റുന്നത് വലിയ വേദന തന്നെയാ. പക്ഷെ സച്ചിക്കെല്ലാം അർച്ചനയാ. അർച്ചനയ്ക്ക് തിരിച്ചും അങ്ങനെ തന്നെയാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അവർക്കിടയിൽ എൻ്റെ നിഴല് പോലും ഉണ്ടാവാൻ പാടില്ല. അർച്ചനയ്ക്കും സച്ചിക്കും നല്ലത് മാത്രം വരട്ടെ.